എല്ലാവരെയും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. ആദ്യം തന്നെ ഞാൻ മാതാവിനോട് 1000 നന്ദി പറയുകയാണ്. ഈ ചാനലിലൂടെ ഒരുപാട് അത്ഭുതങ്ങൾ മാതാവ് നടത്തുന്നുണ്ട്, ഒരുപാട് അത്ഭുതങ്ങൾ. അപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മാതാവ് ഒരുപാട് അത്ഭുതങ്ങൾ, കാരണം വെച്ചാൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകളും അതുപോലെ തന്നെ ലൈവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവുകളാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ലൈവിൽ പങ്കെടുക്കുന്നവർക്ക് കൂടുതലായിട്ട് അനുഗ്രഹങ്ങൾ ലഭിക്കും. തീർച്ചയായിട്ടും, കാരണം മാതാവ് ലൈവായിട്ട് വെളിപ്പെടുത്തുന്നതാണ്. അപ്പോൾ ലൈവായിട്ട് വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ആവശ്യങ്ങൾ സമർപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മാതാവ് എന്നിലൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള അനുഗ്രഹം ലഭിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ലൈവിൽ പങ്കെടുക്കുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജോയിൻ ചെയ്ത് ചാനലിൽ കയറി ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ലൈവ് മുഴുവനായിട്ട് നിങ്ങൾ പങ്കെടുക്കുക. അതുപോലെ തന്നെ മാതാവ് വെളിപ്പെടുത്തിയ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ ലൈവിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ലൈവിൽ പങ്കെടുത്തിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവിൽ ജീവിതകാലം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിലൊരു 3 ലൈവിലെങ്കിലും നിങ്ങളൊരാൾ പങ്കെടുത്തിരിക്കണം. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മാതാവ് പരിഹാരം കൽപ്പിച്ചു തരികയും അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ എപ്പോഴും മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്യും. നിങ്ങളെ അപകടത്തിൽ നിന്നും മറ്റ് പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാതാവ് നിങ്ങളെ കാത്തുകൊള്ളും. മാതാവ് വെളിപ്പെടുത്തി തന്നൊരു കാര്യമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അതീവ ഗൗരവത്തോടെ തന്നെ ഇതെടുക്കുക. നിങ്ങൾ ലൈവിൽ പങ്കെടുക്കുക. എല്ലാ മാസവും നിങ്ങൾ 3 ലൈവിലെങ്കിലും നിങ്ങൾ പങ്കെടുത്തിരിക്കണം. കാരണം മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ പങ്കുചേരുക, നിങ്ങൾ മിസ് ചെയ്യരുത്. ലൈവ് നിങ്ങൾ മുഴുവനായിട്ട് പങ്കുചേരുക. അതുപോലെ തന്നെ നിങ്ങൾ ലൈവിൽ നിങ്ങളുടെ ആവശ്യം മാതാവിനോട് സമർപ്പിക്കുന്നതിനായിട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നിങ്ങളോട്, നിങ്ങൾ ലൈവിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ മാതാവിനോട് നിങ്ങൾ ആവശ്യം കമൻ്റായിട്ട് ഇടുകയും അതുപോലെ തന്നെ മാതാവിനോട് ഏതെങ്കിലും ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഓർത്ത് നന്ദി കൂടെ പറയണം. അപ്പോൾ നമ്മളിതൊരു പ്രത്യേക പ്രാർത്ഥനയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ഈ പ്രത്യേക പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് മുഴുവനായിട്ട് പങ്കുചേരുക. ഇതിന് മുന്നേ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവ് വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ മാതാവ് വെളിപ്പെടുത്തിയ ഒരു പ്രാർത്ഥനയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പങ്കുചേരുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ കമൻ്റായിട്ടിടുക. എപ്പോഴും നിങ്ങളുടെ ആവശ്യങ്ങൾ കമൻ്റായിട്ടിടുക. ആവശ്യങ്ങൾ നടക്കുന്നിടം വരെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ മുഴുവനായിട്ട് പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെയും ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മ പറഞ്ഞതനുസരിച്ച്, അമ്മ വെളിപ്പെടുത്തിയതനുസരിച്ചാണ് ഈ പ്രാർത്ഥന ഞാൻ നടത്തുന്നത്. ഈ ചാനലിലൂടെ എല്ലാം അമ്മയുടെ സംസാരം മാത്രമാണ്, അമ്മയുടെ വാക്കുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വന്നിരിക്കുന്ന മക്കൾ, ഈ ചാനലിലേക്ക് വന്നിരിക്കുന്ന മക്കൾ അമ്മയുടെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. അമ്മ മാതാവേ, ഇനിയും ആൾക്കാരെ അമ്മയുടെ പക്കലേക്ക് കൊണ്ടുവരുവാൻ അമ്മ ഇടയാക്കണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ഇവരിലൂടെ അമ്മയുടെ പ്രവർത്തനം ഇനി കൂടുതലായിട്ട് ഉണ്ടാവണമേ അമ്മേ മാതാവേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെയും അമ്മ സംരക്ഷിക്കണമേ അമ്മേ മാതാവേ. ഇവർ എപ്പോഴും അമ്മയുടെ വാക്കുകൾ ശ്രവിക്കാനായിട്ട് കാത്തു നിൽക്കും. ഇവർ ഉറപ്പായിട്ടും എല്ലാ മാസവും അമ്മയുടെ ലൈവായിട്ട് വെളിപ്പെടുത്തുന്ന പ്രാർത്ഥനകളിൽ പങ്കുകൊള്ളും അമ്മേ മാതാവേ. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. പലതര പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഇവരെല്ലാവരും തന്നെ. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരാണ് ഇവർ. അമ്മേ മാതാവേ, ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അമ്മ എടുത്ത് നീക്കണമേ. ഏത് തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിലും, കടബാധ്യതയാണെങ്കിലും, സ്ഥലം വാങ്ങുവാനാണെങ്കിലും, വീട് വെക്കുവാനാണെങ്കിലും, വീട് വാങ്ങുവാനാണെങ്കിലും അമ്മേ മാതാവേ, അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അവരുടെ സാമ്പത്തികപരമായിട്ടുള്ള ആ ബുദ്ധിമുട്ടുകളൊക്കെ എടുത്ത് നീക്കിക്കൊണ്ട് അവരെ ഉന്നത നിലയിലേക്ക് അമ്മ എത്തിക്കണമേ അമ്മേ മാതാവേ. വീടെന്ന സ്വപ്നത്തോടെ നിൽക്കുന്ന കുറേ പേര് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അമ്മേ മാതാവേ, അവർക്ക് അതിനുള്ള സാധ്യത അമ്മ ഒരുക്കി കൊടുക്കണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, ജോലി ലഭിക്കാത്തവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അമ്മേ മാതാവേ, അവർക്ക് നല്ലൊരു ജോലി ലഭിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ട്. അവർ ഇൻ്റർവ്യൂവിൽ നല്ല രീതിയിൽ പങ്കെടുക്കുവാനും അവർക്ക് നല്ല രീതിയിൽ ജോലിക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുവാനും അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ വിദേശത്ത് പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരുണ്ട് അമ്മേ മാതാവേ. വിസയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവർ, ടിക്കറ്റിന് വേണ്ടി കാത്തു നിൽക്കുന്നവർ അമ്മേ മാതാവേ, ഇവരുടെ കാര്യത്തിലൊക്കെ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികൾക്ക് നല്ലൊരു ജോലി ലഭിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് ഉന്നത നിലയിൽ പോകുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ.
അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ, PSC എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ, അമ്മേ മാതാവേ, അതുപോലെ തന്നെ IELTS അത്തരം എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന മക്കളെ അമ്മേ മാതാവേ, അമ്മ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനയിൽ അത്തരം ആൾക്കാർ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മയുടെ ഇടപെടൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവണമേ, അവരെഴുതുന്ന എക്സാമിൽ ഉണ്ടാവണമേ. അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ, പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ, അവരുടെ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ രോഗിയായിട്ട് കഴിയുന്നവർ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ, അവരുടെ രോഗ സാഹചര്യങ്ങളൊക്കെ മാറിക്കൊണ്ട് അവർ പൂർണ്ണ ആരോഗ്യത്തോടെ ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള സാഹചര്യം ഒരുക്കണമേ അമ്മേ മാതാവേ. ഈ പ്രാർത്ഥനയിൽ അത്തരം ആൾക്കാർ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ, അത് ജന്മനാ കിട്ടിയ അസുഖമാണെങ്കിലും ഏത് തരത്തിലുള്ള രോഗമാണെങ്കിലും അമ്മേ മാതാവേ, അമ്മ വിചാരിച്ചു കഴിഞ്ഞാൽ അമ്മ ഒരുപാട് അത്ഭുതങ്ങൾ ഈ ചാനലിലൂടെ നടത്തുന്നുണ്ട്. അമ്മേ മാതാവേ, എനിക്ക് ഉറപ്പാണ് അമ്മ വെളിപ്പെടുത്തി അമ്മ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അമ്മേ മാതാവേ, അമ്മ ഇവരുടെ കാര്യത്തിലും ഒരു ഇടപെടൽ നടത്തണമേ അമ്മേ മാതാവേ. ഇവരെ കൈവിടരുതേ അമ്മേ മാതാവേ. അവരുടെ ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കൊണ്ട് നല്ല രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ വിവാഹം നടക്കാത്തവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, വിവാഹം നടക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അമ്മേ മാതാവ്, അവർക്ക് യോജിക്കുന്ന രീതിയിൽ അവരുടെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ. കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അമ്മേ മാതാവ്, ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കൊണ്ട് അവരുടെ കുടുംബ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. പൈശാചികമായിട്ടുള്ള ചിന്താഗതികളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളോ ഇല്ലെങ്കിൽ വ്യക്തികളോ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ്, അവർക്ക് അതിൽ നിന്ന് വിട്ടുപോകണമെന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല അമ്മേ മാതാവേ. സമാധാനം ലഭിക്കുന്നില്ല, ടെൻഷൻ, അത്തരം കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവേ, അവരെ അമ്മ പൂർണ്ണ ശക്തിയോടുകൂടെ തന്നെ അവരെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് അവരുടെ പൈശാചികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് നീക്കിക്കൊണ്ട് നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ മക്കളില്ലാത്തവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് മക്കളുണ്ടാകുവാൻ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഇവരിൽ നിന്ന് വിട്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറിപ്പോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ അപകടങ്ങളൊന്നും ഇല്ലാതെ അവരുടെ യാത്രകൾ, ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നവരുടെ ഓരോ സ്റ്റെപ്പും ഓരോ യാത്രയും അവർക്ക് നല്ല സംരക്ഷണത്തോടുകൂടി അമ്മയുടെ ഇടപെടലോടുകൂടി സുരക്ഷിതമായിട്ട് അമ്മയുടെ പ്രസൻസോടുകൂടി അമ്മേ മാതാവ് ഇവരെ കാത്തുകൊള്ളണമേ. ഒരു അപകടവും കൂടാതെ ഇവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഇപ്പോൾ തന്നെ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, ഇവർ പൂർണ്ണ ശക്തിയോടുകൂടി മറ്റുള്ളവരിലേക്ക് അമ്മേ മാതാവേ, അമ്മയുടെ ഈ ചാനലിലുള്ള വാക്കുകൾ, വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് അവരെയും കൂടെ മക്കളെയും കൂടെ മാതാവിലേക്ക് എത്തിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. ഇവർ എപ്പോഴും അമ്മയോട് ചേർന്ന് തന്നെ നിൽക്കും അമ്മേ മാതാവേ. ഈ മക്കൾ എപ്പോഴും അമ്മയോട് ചേർന്ന് തന്നെ നിൽക്കും. ഇവർ ജീവിതകാലം മുഴുവൻ അമ്മയോട് ചേർന്ന് തന്നെ നിൽക്കും അമ്മേ മാതാവേ. ഈ ലോകത്ത് അമ്മയുടെ കൂടെ അല്ലാതെ ഇവർ ഒരിക്കലും ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകത്തില്ല അമ്മേ മാതാവേ. ഇവർ തീർച്ചയായിട്ടും അമ്മയുടെ കൂടെ തന്നെ നിൽക്കും. എല്ലാ മാസവും 3 ലൈവിലെങ്കിലും ഇവർ പങ്കെടുത്തിരിക്കും അമ്മേ മാതാവേ. തീർച്ചയായിട്ടും ഇവർ പങ്കെടുത്തിരിക്കും അമ്മേ മാതാവേ. അമ്മ പറഞ്ഞതനുസരിച്ച് തീർച്ചയായിട്ടും ഇവർ ഒരു മാസം 3 ലൈവിലെങ്കിലും അമ്മേ മാതാവേ പങ്കെടുത്തിരിക്കും.